ഇന്നലെ എപ്പോഴാണ് കടുവനെ കണ്ടത്? ഇന്നലെ ഒരു 10:30 ആവാനായപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടുന്ന് സൗണ്ട് കേട്ടത്. അങ്ങനെ പുറത്തിറങ്ങി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആ ഒരു ഭാഗത്തൂടെ കയറി പോകുന്നതാണ്. ആരൊക്കെ അതിലെ കണ്ടേ? ഞാനും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി ടോർച്ച് അടിച്ചപ്പോൾ ഇതിലേ കയറി പോകുന്നുണ്ടായിരുന്നു. എത്ര മണിയൊക്കെയാണോ? 10:30. എന്ത് കണ്ടിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ? സൗണ്ട് കേട്ടായിരുന്നു, ഇവിടുന്ന് ഓട പൊട്ടുന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പോൾ അതിലെ കയറി പോകുന്ന കണ്ടത്. അപ്പോൾ ക്യാമറയിൽ ഉള്ളതായി കണ്ടിട്ടുണ്ട് ഇവർ? ക്യാമറയിൽ പതിനെട്ടുണ്ടെന്ന് പറഞ്ഞേ, അതിൻ്റെ ഫോട്ടോ ഒന്നും കണ്ടെടുക്കും. വലിയ കടുവയാണോ? വലിയ. ഇന്നലെ രാത്രി 10:30 43 കൊല്ലിയിൽ സന്തോഷിൻ്റെ വീടരികിൽ കടുവ എത്തിയത്. ഓട പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് സന്തോഷും കുടുംബവും പുറത്തിറങ്ങി നോക്കിയത്. വീടിന് തൊട്ടരികിലായി കടുവ നിൽക്കുന്ന കാഴ്ചയാണ് സന്തോഷും കുടുംബവും കണ്ടത്. ഇവരെ കണ്ട ഉടൻ കടുവ കാട്ടിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയിലടക്കം കടുവയുടെ ദൃശ്യങ്ങളും പതിച്ചിട്ടുണ്ട്. കടുവയെ കണ്ട വിവരം അറിയിച്ചുടൻ പെട്രോളിങ്ങിലുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയായിരുന്നു. തൊട്ടടുത്തായി സ്ഥാപിച്ച ക്യാമറകൾ രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുകയായിരുന്നു. പിന്നീടാണ് കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതായി കണ്ടത്. ഉടൻ തന്നെ വരയാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കം സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. ഇന്ന് തന്നെ പാരിസൺ എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളിൽ കൂടുതൽ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വയനാട് ന്യൂസ്, തലപ്പുഴ. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക.